നമസ്തേ. മുത്തച്ഛനും കൊച്ചുമോളും പരിപാടി ആരംഭിക്കുന്നു. ഇപ്പോൾ നമ്മൾ മുത്തച്ഛനും കൊച്ചുമോളും പരിപാടിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബോധിസത്വ കഥകൾ പരമ്പരയാണ്. അതിൻ്റെ 3 അധ്യായങ്ങൾ കഴിഞ്ഞ് 4-ാമത്തെ അധ്യായമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. നേരത്തെ പറഞ്ഞിരുന്നു, ശ്രീ ബുദ്ധ ഭഗവാന്റെ മുൻജന്മങ്ങളിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അനുഭവിച്ചറിഞ്ഞ കുറെ കഥകൾ, ഗുണപാഠ കഥകൾ, സാരോപദേശ കഥകൾ. ബോധിസത്വൻ എന്ന പേരിലാണ് ശ്രീബുദ്ധൻ്റെ മുൻ ജന്മങ്ങളുണ്ടായിരുന്നത്. ആ കാലങ്ങളിൽ അദ്ദേഹം അനുഭവിച്ചറിഞ്ഞ കഥകളാണ് ബുദ്ധനായി ജനിച്ചപ്പോൾ ശിഷ്യന്മാർക്ക് സാരോപദേശ കഥകളായി പറഞ്ഞു കൊടുത്തത്. ആ പരമ്പരയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 3-ാമത്തെ കഥ ആണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. കഥയുടെ പേരറിയാമോ? ഐക്യമത്യം മഹാബലം. ഐക്യമത്യം മഹാബലം എന്ന് നമ്മെല്ലാം കേട്ടിട്ടുണ്ട്. യൂണിറ്റി ഈസ് സ്ട്രെങ്ത്. ഒരുമിച്ച് നിന്നാൽ അതൊരു ശക്തിയാണ്. വിഘടിച്ച് നിന്നാൽ ശത്രുക്കൾ നമ്മളെ കീഴ്പ്പെടുത്തും. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു തത്വമാണ്. അതിനെ ആസ്പദമാക്കി പല കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. ബുദ്ധൻ്റെ, ബോധിസത്വൻ്റെ അനുഭവം എന്തായിരുന്നു എന്ന് നോക്കാം. ഒരു കാട്ടിൽ നിറയെ മരങ്ങൾ, പുഴകൾ, മലകൾ, മൃഗങ്ങൾ, പക്ഷികൾ, ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ ഒരു കാടെന്ന് പറയുമ്പോൾ. നിബിഡമായ ഒരു കാട്. നിബിഡം എന്ന് പറഞ്ഞാൽ ഇടതെങ്ങിയ നിറച്ച് മരങ്ങളൊക്കെ ഉള്ള ഒരു കാട്. ആ കാട്ടിൽ കുറേ പക്ഷികൾ ജീവിച്ചിരുന്നു. ആ പക്ഷികൾ വളരെ സന്തോഷകരമായി ജീവിതം നയിച്ചു വരുമ്പോൾ അവിടെ ഒരു വേടനും ഉണ്ടായിരുന്നു. വേടൻ അവന് ജീവിക്കാനായിട്ട് ഇര പിടിക്കും. അപ്പോൾ ഇര പിടിക്കുമ്പോൾ ഈ പക്ഷികളെ പിടിക്കും. അപ്പോൾ എങ്ങനെയാണ് അവൻ പിടിക്കുന്നത് നമുക്ക് നോക്കാം. ഈ പക്ഷികൾ സാധാരണ കൂടുന്ന സ്ഥലത്ത് ഇവൻ കൊണ്ടുവന്ന് വല വിരിക്കും. പക്ഷികൾ അറിയാതെ തീറ്റ തേടി ഇതിനകത്ത് വന്ന് പെടുമ്പോൾ വേടൻ തിരിച്ചു വന്ന് ഇതുങ്ങളെയെല്ലാം പിടിച്ച് ഭക്ഷണമാക്കും. വേടനും വേടൻ്റെ ഒരു ഭാര്യയുണ്ട്. അപ്പോൾ ഈ പക്ഷികളുടെയൊക്കെ നേതാവ്, പ്രധാനപ്പെട്ട പക്ഷി ആരായിരുന്നു എന്നറിയാമോ? ബോധിസത്വൻ. നമ്മുടെ ബോധിസത്വനായിരുന്നു ഈ പക്ഷിക്കൂട്ടത്തിൻ്റെ നേതാവ്. അപ്പോൾ ഒരു പക്ഷിയായിട്ടാണ് ബോധിസത്വൻ്റെ ഈ കഥയിലെ ജന്മം. ബോധിസത്വന് തൻ്റെ കൂട്ടുകാർ ഇങ്ങനെ അപകടത്തിൽ പെടുന്നതിൽ വലിയ വിഷമമുണ്ടായി. എങ്ങനെയും ഇവരെ രക്ഷിക്കണം, അതിനെന്താണ് മാർഗം? ബോധിസത്വൻ ഇങ്ങനെ ആലോചിച്ചിട്ട് ബോധിസത്വൻ ഒരു തീരുമാനമെടുത്തു. എന്താണ്? ഇനി ഇതുപോലെ വലയിൽ അകപ്പെടുന്ന പക്ഷികൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി പറന്നുയരണം. അപ്പോൾ ഈ വലയും കൊണ്ടങ്ങ് പറക്കാം. ആ വല ഏതെങ്കിലും ഒരു ചെറിയ മരത്തിൻ്റെ മുകളിൽ കൊണ്ടുപോയി സ്ഥാപിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിന്ന് ഓരോരുത്തർക്കായിട്ട് ഊർന്നിറങ്ങി രക്ഷപ്പെടാം. നിലത്ത് കിടക്കുമ്പോഴല്ലേ ഇറങ്ങാൻ പറ്റാത്തത്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധി ഈ ബോധിസത്വൻ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുത്തു. എല്ലാവരും സമ്മതിച്ചു. അപ്പോൾ ഈ വ്യവസ്ഥ അംഗീകരിക്കാതെ ഒറ്റപ്പെട്ട് നടക്കുന്ന ചില പക്ഷികളൊക്കെ അബദ്ധത്തിന് വേടൻ്റെ കയ്യിൽ കിട്ടി ഭക്ഷണമാക്കും. അപ്പം പതിവ് പോലെ വേടൻ അന്നും കൊണ്ടുവന്ന് ഈ വല വിരിച്ചു. വല വിരിച്ചപ്പോൾ ഈ പക്ഷികൾ തീരുമാനിച്ചു, നേതാവായ ബോധിസത്വ പക്ഷി
പറഞ്ഞതുപോലെ നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് പറന്നുയരാം. അങ്ങനെ അവർ ഉയർന്നൊരു ചെറിയ മരത്തിൻ്റെ മുകളിൽ ഈ വലയോടുകൂടി അവർ ചെന്ന് വീണു. എന്നിട്ട് ഓരോരുത്തരായിട്ട് രക്ഷപ്പെട്ടു. വേടൻ പതിവ് പോലെ വിരിച്ച വലയെടുക്കാം, പക്ഷികളെ എടുക്കാമെന്ന് കരുതി അവിടെ വന്നപ്പം വലയില്ല, പക്ഷിയില്ല. നോക്കുമ്പോൾ മരത്തിൻ്റെ മുകളിൽ കിടക്കുന്ന വല, ഒറ്റ പക്ഷി പോലുമില്ല. പിറ്റേ ദിവസം അത് തന്നെ സംഭവിച്ചു. ഇങ്ങനെ 2-3 ദിവസമായി കഴിഞ്ഞപ്പോൾ വേടൻ്റെ വീട്ടിൽ പട്ടിണിയായി. അപ്പം വേടൻ്റെ ഭാര്യ സമ്മതിക്കുമോ? അവർ നിരന്തരം ശല്യം. അങ്ങനെ വന്നപ്പോൾ വേടൻ പറഞ്ഞു, ഇത് എൻ്റെ കുറ്റം കൊണ്ടല്ല, ഞാൻ പോകുന്നുണ്ട്, വല വിരിക്കുന്നുണ്ട്, പക്ഷികളെ പിടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ അവരിങ്ങനൊരു ബുദ്ധി പ്രയോഗിച്ചു. അവർ വളരെ ഐക്യത്തോടെ നിൽക്കുന്നു. ഐക്യമത്യം മഹാബലം. അവരുടെ ആ ശക്തി, ആ ബലം നമ്മളെ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. ഒറ്റ പക്ഷിയെ പോലും കിട്ടുന്നില്ല. അവരിങ്ങനെ ഈ വലയം കൊണ്ട് പറന്നു പോവുകയാണ്. നമുക്ക് യാതൊരു നിവൃത്തിയില്ല. ഇവരുടെ ഐക്യം തകർന്നെങ്കിൽ മാത്രമേ ഇനിയും നമുക്ക് രക്ഷയുള്ളൂ. വേടൻ ആ പൊരുൾ പിടികിട്ടി. അപ്പം ഐക്യത്തോടെ നിൽക്കുന്നവരെ ഒരു പ്രകാരത്തിലും തോൽപ്പിക്കാൻ സാധിക്കത്തില്ല എന്ന വേടൻ അവിടെ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അത് ഈ കഥയിലെ ഒരു പ്രധാന പോയിൻ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഇവർ ഒരു ജീവിതം മുന്നോട്ട് പോയി. ഒരു ദിവസം ഈ പക്ഷികളെല്ലാം കൂടെ പറന്നിറങ്ങുമ്പം ഒരു പക്ഷിയുടെ തലയിൽ അറിയാതെ വേറൊരു പക്ഷി ചവിട്ടി. ആണ്ട കിടക്കുന്നു. അപ്പോൾ ഇവൻ്റെ വിചാരം എന്നാ, മറ്റവൻ മനഃപൂർവ്വം ചവിട്ടിയതാണെന്നാണ് വിചാരം. വൈരാഗ്യം ഉണ്ടാകാൻ വേറെ വല്ല കാര്യവും വേണം. ഉടനെ നീ എന്നെ ചവിട്ടിയില്ലേ, അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്നും പറഞ്ഞ് മുട്ടൻ ബഹളം. അങ്ങനെ ഈ പക്ഷികൾ തമ്മിൽ വഴക്കായി. ഈ ചവിട്ടിയ പക്ഷി ആകുന്നത്, ക്ഷമിക്കണം, എനിക്ക് അബദ്ധം പറ്റിയതാണ്, ഞാൻ അറിയാതെ ചവിട്ടിയതാണ്, അറിഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുമോ നിന്നോട്, കൊണ്ട് നീ ഒരിക്കലും അങ്ങനെ എന്നെ പറയരുത്, നമ്മൾ ഐക്യത്തോടെ തന്നെ നിൽക്കണം, നമ്മൾ തമ്മിൽ പിണങ്ങരുതെന്നൊക്കെ ഈ ചവിട്ടിയ പക്ഷി താണ് വീണ് പറയുന്നുണ്ട്. പക്ഷേ ചവിട്ട് കൊണ്ട പക്ഷിക്കല്ലേ വേദന അറിയുള്ളൂ. അവൻ അതുകൊണ്ട് വഴക്കോട് വഴക്ക്, ശല്യമായി, ഒരു തരത്തിൽ അടുക്കുകയില്ല. അപ്പോഴത്തേനും പക്ഷികൾ തമ്മിൽ അഭിപ്രായമായി. അതെന്താ അങ്ങനെ, നീ പറഞ്ഞാൽ ശരി, മറ്റവൻ പറഞ്ഞാൽ ശരിയല്ലേ. അങ്ങനെയാണ് ഈ ഐക്യം നഷ്ടപ്പെടുന്നത്. അത് പക്ഷികൾക്കല്ല, മനുഷ്യനും ഇതുതന്നെയാണ് അനുഭവമെന്ന് നമ്മൾ പഠിക്കണം. ഈ പക്ഷികൾ തമ്മിൽ ശത്രുതയായി. അന്ന് ഇവർ 2 ഗ്രൂപ്പായി, 2 വിഭാഗമായി പക്ഷിക്കൂട്ടം. അതിലൊരു കൂട്ടം വന്ന് ഈ വലയ്ക്കകത്ത് വിട്ടു. രക്ഷയില്ല. ഒന്നിച്ച് പറന്നു പോകാൻ പറ്റുമോ? ശക്തിയുണ്ടോ? കുറച്ച് പേരല്ലേ ഉള്ളൂ. കുറച്ച് പേര് മറ്റവൻ്റെ കൂടെ പോയില്ലേ. വേടൻ വന്നപ്പം വലിയ സന്തോഷമായി, ഇഷ്ടം പോലെ ഭക്ഷണമായി. വേടൻ ഇതിനെ എടുത്തുകൊണ്ട് പോയി. അപ്പം വേടൻ ഒരു കാര്യം മനസ്സിലായി. എന്താണ്? ഇവരുടെ ഐക്യം തകർന്നു. നമ്മുടെ ഐക്യം തകർന്നാൽ നമ്മുടെ ശത്രു നോക്കിയിരിക്കുക നമ്മളെ കീഴ്പ്പെടുത്താൻ. അങ്ങനെ വേടൻ സന്തോഷത്തോടെ വീണ്ടും പക്ഷികളെ പിടിച്ച് തിന്നാൻ തുടങ്ങി. ബോധിസത്വന് വലിയ വിഷമമായി. ബോധിസത്വന് അവസാനം ഈ പക്ഷികളോട് പറഞ്ഞു, നിങ്ങൾ ഐക്യത്തോടെ നിൽക്കണം. നമ്മുടെ ഐക്യം തകർന്നാൽ ഇതാണ് ഫലം. നമ്മുടെ കൂട്ടുകാരെ ആ വേടം പിടിച്ച് തിന്നുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇനിയും ഐക്യത്തോടെ നിൽക്കണം. വല്ല വൈരാഗ്യമുണ്ടെങ്കിൽ എല്ലാം പറഞ്ഞു തീർക്കണം. എവിടെ ശത്രുത അങ്ങ് വർദ്ധിക്കുകയാണ്. അവസാനം ബോധിസത്വന് ഒരു കാര്യം മനസ്സിലായി. ഐക്യമില്ലാത്ത ഈ വർഗത്തിൻ്റെ നേതാവായിട്ട് നിന്നാൽ, അതും നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ് ഈ കഥയിൽ. ഒരു പാഠം നമ്മൾ പഠിച്ചു. ഐക്യത്തോടെ നിന്നപ്പോൾ ശത്രുവിന്, വേടൻ ഇവരെ തോൽപ്പിക്കാൻ പറ്റിയോ? അതൊരു പാഠം. രണ്ടാമത്തെ പാഠം, ബോധിസത്വൻ തീരുമാനിക്കുകയാണ്, ഐക്യമില്ലാതെ നിൽക്കുന്ന ഈ അണികളുടെ നേതാവായാൽ തനിക്കും കൂടെ അപകടമാണ്. അനൈക്യത്തോടെ കഴിയുന്ന ഈ പക്ഷികളുടെ നേതാവായിട്ട് ബോധിസത്വൻ നിന്നാൽ
നാളെ ബോധിസത്വനെയും ഇവൻ പിടിച്ച് തിന്നും. അതുകൊണ്ട് സ്നേഹമില്ലാത്ത, സഹകരണ മനോഭാവമില്ലാത്ത ഒരു വിഭാഗത്തിൻ്റെ നേതാവായിരുന്നാൽ ആത്മഹത്യക്ക് തുല്യമാണ്. നമ്മുടെ മരണത്തിന് തന്നെ നമ്മൾ ഇട കൊടുക്കുകയാണ് എന്ന് മനസ്സിലാക്കിയ ബോധിസത്വൻ ആ കാട് വിട്ട് പറന്ന് മറ്റൊരു ദൂരസ്ഥലത്തേക്ക് പോയി ജീവിച്ചു. ബാക്കിയുണ്ടായിരുന്ന പക്ഷികൾക്ക് എന്ത് പറ്റിക്കാണും? ഓരോ ദിവസവും വേടം പിടിച്ച് തിന്നും. ആ അനൈക്യം, അവരുടെ ഐക്യമില്ലായ്മ അവരുടെ നാശം, ആ പക്ഷികുലത്തിൻ്റെ നാശമുണ്ടാക്കി. നിസാരം ഒരു പക്ഷിയുടെ മേത്ത് മറ്റൊരു പക്ഷിയുടെ കാലുമുട്ടി, മനഃപൂർവ്വമല്ല എന്നവൻ പറയുന്നു. എങ്കിലും അവർ പറഞ്ഞകന്നു, ശത്രുതയായി, ഗ്രൂപ്പുകളായി തമ്മിൽ പിരിഞ്ഞപ്പോൾ ആ വംശം തന്നെ നശിച്ചുപോയി. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? എപ്പോഴും ഐക്യത്തോടെ നിൽക്കണം. മനസ്സിലായോ? സ്കൂളിൽ ചെന്നാൽ കൂട്ടുകാരായിട്ടും താമസിക്കുന്നിടത്ത് അയൽവക്കംകാരുമായിട്ടും ഒക്കെ നല്ല സ്നേഹവും സഹകരണവും ആയിട്ട് നമ്മൾ ജീവിക്കണം. അല്ലാതെ തമ്മിൽ തല്ലി അകന്ന് ജീവിച്ചാൽ നമ്മുടെ ശത്രുക്കൾ നമ്മെ കീഴ്പ്പെടുത്തും. അതാണ് ഈ ഐകമത്യം മഹാബലം എന്ന ഈ ബോധിസത്വ കഥയിലെ പ്രധാന തത്വം, ഗുണപാഠം. അത് മനസ്സിലാക്കി ജീവിക്കാൻ ഓരോ കൊച്ചു കൂട്ടുകാരും പഠിക്കണം, വളരണം. നന്നായിരിക്കട്ടെ. നമ്മുടെ ഈ പരിപാടി ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സ്നേഹപൂർവ്വം ലൈക്ക് ചെയ്യുക. മറ്റുള്ള ഗ്രൂപ്പുകളിലേക്കും വ്യക്തികൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കുക. ഈ ലിങ്ക് അയച്ചു കൊടുക്കുക. നമ്മുടെ പരിപാടിയെ പ്രോത്സാഹിപ്പിക്കുക. നന്ദി. എല്ലാവർക്കും നമസ്കാരം.